നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. അവിടെ ഹൈ റേഞ്ചിൽ വെച്ച് ഒരു വണ്ടി ഇടിച്ച് താഴേക്ക് മറിയായിരുന്നു അല്ലേ? അതെ. അപ്പോ വണ്ടി താഴെ എത്തും മുമ്പേ പൂജ അതിന്ന് തെറിച്ചു വീണിട്ടുണ്ടാവണം. ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം. അല്ലെങ്കിൽ താഴെ എത്തിയതിനു ശേഷം വണ്ടി രക്ഷപ്പെട്ടതായിരിക്കും. അർജുന അങ്ങനെ വിട്ട് പൂജ ഒറ്റയ്ക്ക് രക്ഷപ്പെട്ടിരിക്കുന്നോ? താനിത് എവിടത്തെ പോലീസാടും? ഒരുപക്ഷെ താഴെ എത്തുന്നതിന് മുമ്പേ പൂജ തെറിച്ച് പുറത്തെവിടെയെങ്കിലും വീണിട്ടുണ്ടാവും. ആരും നോക്കാനില്ലാതെ അവിടെ കിടന്ന് മരിച്ചു പോയിട്ടുണ്ടാവും. അതെ, അല്ലെങ്കിൽ മറ്റൊരു സാധ്യതയുണ്ട്. പൂജയെ താൻ തന്നെ ഒളിപ്പിച്ചു വെച്ച് എന്നെ അവളുടെ വേഷം കെട്ടിച്ച് അവിടേക്ക് മനഃപൂർവ്വം പറഞ്ഞു വിടുകയാണ്. ഏയ് നോ നോ, ഞാൻ പൂജ കണ്ടിട്ടില്ല. ഞാൻ വെറുതെ പറഞ്ഞല്ലോ. പൂജയ്ക്ക് എന്താ പറ്റിയെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. പക്ഷേ നീ പറഞ്ഞ പോലെ അവൾ ജീവനോടെ ഉണ്ടാവാനുള്ള യാതൊരു സാധ്യതയില്ല. ഉണ്ടെങ്കിൽ അതെങ്ങനെങ്കിലും അറിഞ്ഞേനെ. പോലീസ് ആ രീതിയിൽ അവളെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. എന്നാ നമുക്കിനി പൂജയാണ് ഞാനെന്ന് ഉറപ്പിക്കാനുള്ള കാര്യങ്ങൾ പഴുതടച്ച് ചെയ്തു തുടങ്ങാം. എന്താ? ഇവിടെ ഒന്ന് താഴേക്ക് പോയാ എത്താൻ സാധ്യതയുള്ളൊരു സ്ഥലം അവിടെയുള്ള ഏതെങ്കിലും ഒരു സർക്കാർ ആശുപത്രി ആയിരിക്കും. തന്നെ ഞാൻ അവിടെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്തതാണെന്നും ചെല്ലുമ്പം ബോധമുണ്ടായിരുന്നില്ലെന്നും ഒരു കഥ നനയണം. അതിനുശേഷം അവിടുത്തെ പോലീസ് സ്റ്റേഷൻ വഴി അർജുന്റെ കൂട്ടുകാരനായ ആ SP അറിയിക്കണം. അയാൾ വന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുപോകും. ബാക്കി ഞാൻ വഴി നോക്കിക്കോളാം. ഞാനൊരു കാര്യം പറയട്ടെ. താൻ ശരിക്കും ഒരു പോലീസുകാരനല്ല, ക്രിമിനലാ. തന്നെ പോലുള്ള ആളുകളാവുമ്പോ അത് രണ്ടും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. താൻ വാടോ. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. കുറെ നേരം എവിടെ വന്നിട്ട്? ഉച്ചയ്ക്ക് വന്നാണ് സർ. ഒരു വലിയ യാത്ര കഴിഞ്ഞിട്ട് വരിക, അതാ വൈകിയ. സാറെന്താ വരാൻ പറഞ്ഞത്? പറയടോ. നമ്മുടെ ആള് തന്നെ. അല്ല സർ, ഇത് എന്താ? ഇവിടെ പോലീസ് അന്വേഷിക്കാത്ത സ്ഥലമില്ല. സാറിന്റെ അവിടെ ഉണ്ടായിരുന്നോ? അത് ശരിയല്ലോ. അവള് ചോദിച്ച സത്യല്ലേ? അവളെ കെട്ടിയിട്ടൊന്നുമില്ലല്ലോ. സർ, പൂജ. ഇനി നിനക്ക് സംശയമുണ്ടോ? നീ പൂജയെ പോലല്ലായിരുന്നു. സർ, അപ്പൊ ഇത് പൂജയല്ലേ? താനേ ഈ കണ്ണിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിക്കേ, എന്നിട്ട് പറ ഇത് പൂജയാണ്. എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടെങ്കിൽ പറയടോ, വീഴ്ച നിൽക്കാതെ. സർ, ആ കണ്ണ് പൂജയുടെ കണ്ണല്ല. അതെ, അതുകൊണ്ട് പൂജയായിട്ട് അങ്ങോട്ട് ചെല്ലുന്നതിന് മുമ്പ്
കണ്ണ് നമുക്കൊന്ന് മാറ്റിക്കളയാം. എന്താ? നീ അകത്ത് പോയിട്ട് ഈ കോണ്ടാക്ട് ലെൻസ് ഒന്ന് വെച്ചിട്ട് വാ. ചെല്ലു. എടോ, ആ വായെന്ന് പൂട്ടി വെക്കേ, വല്ല ഈച്ചയും പറന്ന് കയറും. സർ, എന്താണ് ഇതൊക്കെ? എടോ, ഇതാണ് നാടകം. എടോ, അത് പൂജയല്ല, റാണിയാ. ആര്? റാണി. പൂജയെ പോലെ തന്നെ ഇരിക്കുന്ന റാണി. താൻ അവളെ പൂജ എന്ന പേരിൽ ഞാൻ പറയുന്ന ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യണം. അവിടെ ഒരു ഡോക്ടർ ചന്ദ്രദാസ് ഉണ്ടാവും. ബാക്കി കാര്യങ്ങൾ അയാൾ നോക്കിക്കോളും. അതിനുശേഷം പൂജയെ പോലെ ഒരാൾ ആശുപത്രിയിലുണ്ടെന്ന് അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം. അങ്ങനെ അത് SP കിരണിന്റെ കാതിലെത്തിക്കണം. ബാക്കിയെല്ലാം വേണ്ട പോലെ നടന്നോളും. അപ്പൊ സാർ ഇവളെ പൂജയാക്കി മാറ്റി അവതരിപ്പിക്കാൻ പോവുകയാണോ? അതെ, അർജുന്റെ ഭാര്യയായി, ആ വീട്ടിലെ മരുമകളായി ഇവളവിടേക്ക് ചെല്ലും. തൽക്കാലം ഇപ്പം താൻ അത്രമാത്രം മനസ്സിലാക്കിയാൽ മതി. സർ, ഞാൻ കുരുക്കിലാവൂ? പൂജയെ പോലെ ഇരിക്കുന്ന ഒരാളെ ആശുപത്രിയിൽ കണ്ടുവന്ന് റിപ്പോർട്ട് ചെയ്ത എങ്ങനെയാണോ താൻ കുരുക്കുന്നത്? പുഴക്കരയിൽ നിന്ന് അബോധാവസ്ഥയിൽ കിട്ടിയ ഒരു പെണ്ണിനെ നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചു എന്ന് മാത്രമേ റിപ്പോർട്ടിലുണ്ടാവൂ. പോരെ? എങ്ങനെയുണ്ടോ ഇപ്പൊ? സംശയമില്ല സർ, പൂജ തന്നെ. എന്ത് ഡെവലപ്മെന്റ് ഉണ്ടെങ്കിലും എന്നെ അറിയിക്കണം. ശരി സാർ. താൻ ഇവിടെ തന്നെ ഉണ്ടാവണം. ഓക്കെ ഓക്കെ സാർ. ഹലോ സർ, ഞാൻ SI സുഗുണൻ. എന്താ സുഗുണൻ? ഒരു വാർത്തയുണ്ട് സർ. കുഴപ്പം വല്ലതാണോ? അല്ല സർ, സാറിന്റെ ഫ്രണ്ടില്ലേ ആക്സിഡന്റിൽ പെട്ട ആ വക്കീല് അർജുൻ? അതെ സർ, പുള്ളിയുടെ ഭാര്യയെ പോലെ ഇരിക്കുന്ന ഒരാള് അടിവാരത്തെ ആശുപത്രിയിലുണ്ട്. വാട്ട്? അതെ സർ, അവിടെയുള്ള ഒരാൾ പത്രത്തിലെ ഫോട്ടോയും വാർത്തയും കണ്ട് ഐഡന്റിഫൈ ചെയ്തതാ. ഞാനിപ്പോ സാറിന് ഫോട്ടോ അയക്കാം, സാറോ നോക്ക്. കട്ട് ചെയ്യണ്ട, ലൈനിൽ നിന്ന് തന്നെ അയക്കും. യെസ് സർ. ആ ഇന്ദ്ര, ഞാൻ പ്രശ്നം ഉണ്ടാക്കാനൊന്നും വന്നതല്ല. എനിക്ക് ചില കാര്യങ്ങൾ ഇന്ദ്രനോട് സംസാരിക്കാനുണ്ട്. ബന്ധുക്കളാരും വേണ്ടെന്ന് ഇന്ദ്രൻ തീരുമാനിച്ചെങ്കിലും കുടുംബത്തിൽ ഒരു തീരുമാനം എടുക്കുമ്പോൾ അതിലാരെ മാറ്റി നിർത്താൻ പറ്റില്ലല്ലോ. അങ്കിൾ എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ കാര്യം പറഞ്ഞില്ല, അതുകൊണ്ടാണ് ഇന്ദ്രന് മനസ്സിലാവാത്തത്. അനന്തം മാഷ്
അതായത് എൻ്റെ അണ്ണൻ പഞ്ചരത്ന എന്ന വീട് വിൽക്കാൻ തീരുമാനിച്ചു. അണ്ണനത് വിൽക്കാൻ ആരോടും ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും അണ്ണൻ്റെ സമ്പാദ്യം തൻ്റെ മക്കൾ കൂടി അവകാശപ്പെട്ടതാണെന്നും അതുകൊണ്ട് ആ വീട് വെക്കുമ്പോൾ എല്ലാ മക്കളുടെയും മരുമക്കളുടെയും സമ്മതം വേണമെന്ന് അണ്ണനൊരാഗ്രഹം. അനുവിന്റെ ഭർത്താവെന്ന നിലയിൽ ഇന്ദ്രന്റെ സമ്മതം വാങ്ങാനാ ഞാൻ വന്നത്. അതിന് എന്റെ സമ്മതം ആവശ്യമില്ല. ആ കുടുംബമായിട്ട് ഇനി ഒരു ബന്ധം ഉണ്ടാവില്ലെന്ന് എന്റെ ഭാര്യയെ കൊണ്ട് ഞാൻ സത്യം ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് 1 രൂപയുടെ ഷെയർ പോലും എനിക്ക് വേണ്ട. അവിടുന്ന് ആരും ഒരു ബന്ധവും പറഞ്ഞ് ഇങ്ങോട്ട് വരികയും വേണ്ട. ശരി ഇന്ദ്ര, താങ്ക് യു. ഞാൻ പറയാമെന്ന കാര്യം പറഞ്ഞു. ഇന്ദ്രന്റെ മറുപടിയും കിട്ടി. ഞാൻ ഇറങ്ങാം. സ്വന്തം തറവാട് വെക്കേണ്ടി വരുമെന്ന് അനന്തമാഷ ഒരിക്കലും വിചാരിച്ചു കാണില്ല. 4 പെൺമക്കളെ കല്യാണം കഴിച്ച് അയക്കുന്നത് വരെ അദ്ദേഹത്തിന് എന്റെ ആവശ്യം വന്നിട്ടില്ല. 5 പെൺമക്കളെ ഒരു കരയ്ക്ക് എത്തിക്കാനുള്ള കണക്കുകൂട്ടലിലൂടെയാ അദ്ദേഹം ഇതുവരെ ജീവിച്ചത്. പക്ഷെ എന്ത് ചെയ്യാം, രഘുവിന് പെട്ടെന്നുണ്ടായ തകർച്ച അദ്ദേഹത്തിന്റെ എല്ലാ കണക്കുകൂട്ടലും തെറ്റിച്ചു കളഞ്ഞു. വേണമെങ്കിൽ തറവാടാവണം, മറ്റെന്തിനേക്കാൾ വലുതെന്ന് കരുതി രഘുവിന്റെ അവസ്ഥയ്ക്ക് മുമ്പില് മാഷിന് കണ്ണടയ്ക്കാമായിരുന്നു. പക്ഷെ അദ്ദേഹം അത് ചെയ്തില്ല. അവിടെയാണ് ഞാൻ അനന്തം മാഷിന്റെ മഹത്വം കാണുന്നത്. ഓ, ഇത് വലിയ മഹത്വമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. അല്ല, രഘുവിനൊരു പ്രശ്നം ഉണ്ടായപ്പോ തന്നെ മാഷ് വീട് വിറ്റ ബാക്കിയുള്ള മരുമക്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാ അദ്ദേഹം എങ്ങനെ സഹായിക്കും? ഈ മരുമക്കളെ അമ്മായിപ്പൻ സഹായിക്കണമെന്നേ നിയമമൊന്നുമില്ലല്ലോ. കൊടുക്കാനുള്ളതെല്ലാം കൊടുത്ത് പെൺമക്കളെ കല്യാണം കഴിച്ചയച്ചാ പിന്നെ അവളെ നോക്കേണ്ട കടമയും ഉത്തരവാദിത്വമൊക്കെ അവളെ കെട്ടിയോനാ. പിന്നെ അതൊന്നും നോക്കാതെ ഭാര്യ വീട്ടുകാരെ ചെലവിൽ ജീവിക്കുന്നവരും ഉണ്ട്. രഘുവിന്റെ കാര്യം പറയുമ്പോ അച്ഛൻ അതുമാത്രം പറഞ്ഞാ മതി. അച്ഛന്റെ മരുമകൻ കാരണം അച്ഛന്റെ വീടൊന്നും വിൽക്കേണ്ടി വന്നില്ലല്ലോ. അത് അച്ഛന്റെ മഹത്വം ഇല്ലാത്തോണ്ടാണെന്ന് ഞങ്ങൾ ആരും പറയില്ല. പക്ഷേ ധനേട്ടന്റെ മഹത്വം കൊണ്ടാണെന്നേ പറയൂ. മോളെ, നിന്റെ കണ്ടെത്തൽ എന്തായാലും കൊള്ളാം. പക്ഷെ ഒന്ന് നീ ഓർക്കണം, എനിക്ക് ധനനെ പോലെയല്ല മാഷിന് രഘു. മാഷിന്റെ സ്വന്തം സഹോദരിയുടെ മകനവൻ. മാഷ് തന്റെ മക്കളിൽ ഒരാളായി വളർത്തിയവൻ. മാഷിന്റെ 5 പെൺമക്കൾക്കും അവനായിരുന്നു കാവൽക്കാരൻ. മാഷിന്റെ കുടുംബത്തിനൊരു പ്രതിസന്ധി വന്നപ്പോ രഘുവിന് അവന്റെ അച്ഛനും അമ്മയും കൊടുത്ത സ്വത്ത് രഘു കിട്ടിയ കാശിന് വിറ്റിട്ടുണ്ട്. ഇനിയും മാഷിന്റെ മക്കൾക്ക് രഘു തണലായിട്ടുണ്ടാകണം. ആ ആഗ്രഹത്തിലാ അദ്ദേഹം വീടും വിട്ട് രഘുവിനെ സംരക്ഷിക്കാൻ നോക്കുന്നത്. അല്ല, നീ എന്ന ശബരി ഒന്നും മിണ്ടാത്തെ? വീട് വെക്കാൻ നിന്റെയും ദയയുടെ സമ്മതത്തിന് വേണ്ടിയാ മാഷ അച്ഛനുമായി സംസാരിച്ചത്. അച്ഛന്റെ സ്വത്തിനെ മക്കൾക്കെല്ലാം തുല്യ അവകാശമുണ്ടെന്ന നിയമം. ആ വീട് പോയാ പിന്നെ നിനക്ക് കയറി ചെല്ലാൻ വേറെ എവിടെ ഇടമുണ്ടാവില്ലെന്ന് ഓർക്കണം ദയേ. എങ്ങനെയെങ്കിലും അത് തടയുന്നതായിരിക്കും നീ അടക്കമുള്ള ബാക്കി പെൺമക്കൾക്ക് നല്ലത്. നീ സമ്മതല്ലെന്ന് പറഞ്ഞ ഇന്ദ്രനും വിനയനും നിന്റെ കൂടെ നിൽക്കും ശബരി. നിങ്ങൾ ഒരുമിച്ച് നിന്ന മാഷിന് ആ വീട് വിൽക്കാൻ പറ്റില്ല. വിനയന്റെയും ഇന്ദ്രേട്ടന്റെയും കാര്യമൊന്നും എനിക്കറിയില്ല. ഞാൻ എന്തായാലും പഞ്ചരത്നം വീട് വിൽക്കുന്നതിനെതിരാ. വീട് വിറ്റില്ലെങ്കിലും രഘുവിന്റെ പ്രശ്നങ്ങൾ എങ്ങനെയെങ്കിലും തീരും. പക്ഷെ തറവാട് വിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഇത് തിരിച്ചു പിടിക്കാൻ പറ്റില്ല. അതെ,
അനിതേട്ടത്തിന്റെ അഭിപ്രായം തന്നെയാ എനിക്കും. പഞ്ചരത്നം വീട് വിൽക്കരുത്. പകരം രഘുവേട്ടന്റെ ബാധ്യത ഞാൻ അടക്കമുള്ളവരെ ഇടപെട്ട് പരിഹരിച്ചു കൊടുക്കണം. അച്ഛാ, എന്റെ കമ്പനി നടത്തിപ്പിന് വേണ്ടി ഒരു 10 ലക്ഷം രൂപ വരെ ബാങ്ക് ലോൺ തരും. അതുപോലെ ഇന്ദ്രേട്ടനെ കൊണ്ടും എന്തെങ്കിലും ചെയ്യിക്കാം. പിന്നെ ബാക്കിയുള്ള പണത്തിന് തറവാട് ബാങ്കിൽ പണയപ്പെടുത്തിയാലും മതിയല്ലോ. വളരെ നല്ല ആശയ ശബരി, അങ്ങനെ തന്നെയാ വേണ്ടത്. പക്ഷെ ഇന്ദ്രൻ മാഷിന്റെ കുടുംബവുമായി എന്തോ അകലിച്ചയിലാണെന്നാ കേട്ടത്. വിനയനിൽ നിന്നും അവന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒന്നും പ്രതീക്ഷിക്കാനും പറ്റത്തില്ലല്ലോ. എങ്കിലേ അച്ഛൻ ഒരു കാര്യം ചെയ്. അച്ഛന്റെ ഈ വീടും കൂടി പണയം വെച്ച് അവരെ സഹായിച്ചു മാതൃക കാണിക്കേ. സ്വന്തം മകൻ കടക്കാരനായാലും രഘു രക്ഷപ്പെടട്ടെ. ദേ, നിങ്ങൾ ഇങ്ങി വന്നേ മനുഷ്യ. ഇവരോട് സംസാരിച്ചാ നമ്മുടെ വായിലെ വെള്ളം പറ്റത്തേ ഉള്ളൂ. ഈ അച്ഛനും മകനും ഒരു കാലത്തും നന്നാവില്ല. വാ വന്നേ. ഈ സ്വന്തം വീട് വിൽക്കാനേ മാഷിന് ആരുടെയും അനുവാദത്തിന്റെ ആവശ്യമില്ല. പിന്നെ ഒരു മര്യാദയുടെ പുറത്ത് അദ്ദേഹം ചോദിച്ചേ ഉള്ളൂ. അത് ഈ അലബലാദികളുടെ മുമ്പിൽ വെച്ച് പറഞ്ഞ ഞാനാ മണ്ടാൻ. നിങ്ങൾ രണ്ടുപേരും കൂടി ആലോചിച്ച് എന്താ വേണ്ടതെന്ന് വെച്ചാ തീരുമാനിക്കേ. നമുക്ക് സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും ആനന്ദം മാഷിന് ഒരു കാര്യത്തിലും നമ്മളെ ഒരു തടസ്സമാകാൻ പാടില്ല. അത്രേ ഉള്ളൂ എനിക്ക്. നീ വാ, എടാ ശബരി, നീ മോളെ കൂട്ടിക്കൊണ്ടു പോ. എന്തൊരു അഹങ്കാരമായിരുന്നു ഒരു ആനന്ദം മാഷും മക്കളും. ഇപ്പൊ എല്ലാം പെരുവഴിക്കായില്ലേ? എന്താ ഏട്ടാ ഇത്? ഒരാൾക്കൊരു തകർച്ച ഉണ്ടാവുമ്പോ ഇങ്ങനെ പരിഹസിക്കാണോ വേണ്ടത്? ഓ, നീ അവരുടെ വക്കീലാണല്ലോ. ഞാൻ അതങ്ങ് മറന്നു. എടാ, ഇവരെല്ലാരും കൂടി അപമാനിച്ചത് എന്റെ മാത്രം അമ്മയല്ല, നിന്റെയും കൂടി അമ്മയാ. അത് നീ മറക്കരുത്. എനിക്ക് ഉറപ്പാ എന്റെ അമ്മയെ വേദനിപ്പിച്ച എന്റെ ശിക്ഷ തന്നെയത്. ആരെന്ത് അപമാനിച്ചെന്നാ ഇന്ദ്രേട്ടനി പറയുന്നേ? എന്റെ അച്ഛനെയും കൂടപ്പറപ്പുകളെ അല്ലേ ഈ വീട്ടിൽ നിന്ന് അപമാനിച്ചിറക്കി വിട്ടത്? കണ്ടോ, ഇത്രയൊക്കെ ആയിട്ടും അവളുടെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. അനുമോൾ എന്ത് അഹങ്കാരോ ഇന്ദ്ര പറഞ്ഞത്? അനന്തം മാഷിന്റെ മനസ്സിന്റെ നന്മ എന്താണെന്ന് പുറത്തുള്ളവർക്ക് വരെ അറിയാം. പക്ഷേ നീ മാത്രം എന്താ ഇങ്ങനെ? ഭാനുമേ, ആവശ്യമില്ലാത്ത കാര്യത്തിൽ അഭിപ്രായം പറയാൻ നിൽക്കില്ലേ. എന്റെ വായിന്ന് വല്ലതും കേൾക്കും. വേണ്ട ഭാനുമേ, നമ്മളായിട്ടൊന്നും പറയണ്ട. ഏട്ടന്റെ കണ്ണിലെ ഇപ്പൊ ഇരുട്ട് ബാധിച്ചിരിക്കുക. അതാ ഓരോരുത്തരും നമ്മളോട് ചെയ്ത നന്മകളൊന്നും ഓർക്കാത്തത്. ഞാൻ മറന്നാലും നീ ആവശ്യത്തിൽ കൂടുതൽ ഓർക്കുന്നുണ്ടല്ലോ, അത് മതി. എന്റെ അമ്മ സത്യമുള്ള ആളാ. അതാ അവരുടെ മനസ്സ് വിഷമിപ്പിച്ചവർക്ക് ഈ ശിക്ഷ വന്നത്. മതിയുടെ നിന്റെ കരച്ചില്. ഇനി ആ കുടുംബത്തിലുള്ളവരെ കുറിച്ച് ഓർത്ത് ഒരു തുള്ളി കണ്ണീര് നീ പൊഴിക്കരുത്. ഏട്ടന് എങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തോന്നുന്നേ? ഏട്ടന് സത്യത്തിൽ അമ്മയോടും എന്നോടും സോനിയോടൊക്കെ ശരിക്കും സ്നേഹമുണ്ടോ? അതെന്താ ഇപ്പൊ നിനക്ക് അങ്ങനെ ഒരു സംശയം? അല്ല, സ്വന്തം കുടുംബത്തെ സ്നേഹിക്കുന്നയാൾക്ക് മറ്റൊരാളുടെ വേദനയെ അറിയേണ്ടതല്ലേ? ഇവറ്റകളെ കുറിച്ച് ഓർക്കാനോ ഇവറ്റകളുടെ സങ്കടം കാണാനോ എനിക്ക് യാതൊരു താല്പര്യമില്ല. ഒരു പഞ്ചരത്നം കുടുംബം, ഇനിയേ പെരുവഴിയിൽ ആ സ്ഥാനം. ഇന്ദ്രേട്ടൻ ഇങ്ങനെ ക്രൂരനാവല്ലേ. ഞാൻ ജനിച്ചു വളർന്ന എന്റെ അമ്മയുടെ ഓർമ്മകൾ ഉറങ്ങുന്ന വീടാ അത്. അത് നഷ്ടപ്പെടുമ്പോ എനിക്ക് നല്ല വേദനയുണ്ട്. അയ്യോ, എന്തിനാ നഷ്ടപ്പെടുത്തുന്നത്? ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. അനന്തരവനെ സഹായിക്കാനല്ലേ, അല്ലാതെ മറ്റൊന്നിനും അല്ലല്ലോ. ഒരു ഗതികേട് ആർക്കും എപ്പോ വേണമെങ്കിലും ഉണ്ടാകാം ഇന്ദ്ര. എന്നും എല്ലാരും ഒരുപോലെ ആയിരിക്കില്ല. ഭാനുമ്മ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. എനിക്ക് നാളെ ഈ അവസ്ഥ വരുമെന്നല്ലേ? വന്നോട്ടെ. അല്ലെങ്കിലും ഇതൊക്കെ കഴിഞ്ഞ എന്തിനാണ് ഈ നിലയിലെത്തിയത്? അതുകൊണ്ട് എനിക്കൊരു പേടിയില്ല. പിന്നെ
ഇപ്പോഴത്തെ എന്റെ സന്തോഷം ഒന്നിന്റെ പേരിലും കുറയാനും പോകുന്നില്ല. ഇവളുടെ വീട്ടിലെ ഓരോരുത്തരും എനിക്ക് ശത്രുക്കളാ. അവര് നശിക്കുന്നതില് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അത് ഞാൻ ആഘോഷിക്കുക തന്നെ ചെയ്യും. മോള് വിഷമിക്കാതെ. ഇന്ദ്രന്റെ സ്വഭാവം നിനക്കറിയാവുന്നതല്ലേ? വെറുതെ ഓരോന്ന് വിളിച്ചു പറയുന്നതാ. ഇതങ്ങനെ വെറുതെ പറയുന്നതല്ല, അഹങ്കാരോ. ഏട്ടന്റെ കണ്ണിൽ ഏട്ടന് മാത്രമേ സങ്കടവും സന്തോഷവും ഉള്ളൂ, വീടും കുടുംബവും ഉള്ളൂ. കഷ്ടം, അല്ലാതെ എന്തു പറയാനാ? ഇതൊന്നും കേട്ട് ഏട്ടത്തി വിഷമിക്കാതെ. അനന്തമാഷിന്റെ നല്ല മനസ്സ് ഈശ്വരൻ കാണും. ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും, എനിക്ക് ഉറപ്പാ. ഇല്ല സത്യ, വീട് വെക്കുക അല്ലാതെ ഒരു വഴിയും മുന്നിലില്ല. ആ വീട് അച്ഛന്റെ പ്രാണനാ, അതാ എനിക്ക് സങ്കടം. വിഷമിക്കാതെ മോളെ. കരയാതെ. മേ കം ഇൻ സർ? ആ, കം ഇൻ. നന്ദൻ ഇരിക്കെ. താങ്ക് യു. പറയൂ. ഡോക്ടർ, ഞങ്ങള് വീട്ടിലേക്ക് മടങ്ങിക്കോട്ടെ എന്ന് ചോദിക്കാൻ വന്നതാ. അർജുന്റെ കാലും കൈയും ഇപ്പോഴും അനക്കാൻ കഴിയില്ല എന്നൊരു പ്രശ്നമുള്ളത് അറിയാലോ. പ്ലാസ്റ്റർ എടുക്കാൻ സമയമെടുക്കും. അതറിയാം. ഇപ്പോ പൂജ വന്നല്ലോ. ഇവിടെയുള്ളതുപോലെ വീട്ടിൽ അവനെ നോക്കാൻ പറ്റും. മാത്രമല്ല, വീട്ടിലെ ഒരു അന്തരീക്ഷത്തിലാവുമ്പോ അവൻ പെട്ടെന്ന് റിക്കവർ ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. ആയിക്കോട്ടെ, നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. ഞാൻ അർജുനെ ഒന്ന് കണ്ടോട്ടെ. ഓക്കെ ഡോക്ടർ. പിന്നെ എന്താ? എല്ലാവരും പറയുന്നു പൂജയുടെ പെരുമാറ്റത്തിലും സ്വഭാവത്തിലും എന്തോ മാറ്റമുണ്ടെന്ന്. അല്ല, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷേ വൈഫിന്റെ അനിയത്തി മധുമിത പറയുന്നത് അവൾക്ക് വല്ല ഷോക്കോ മാനസിക പ്രശ്നമോ അങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ. ഒരു വലിയ ആക്സിഡന്റ് സർവൈവ് ചെയ്ത ആളല്ലേ, മനസ്സ് നോർമലായി കാണണമെന്നില്ല. മാത്രമല്ല, ഒരു കംപ്ലീറ്റ് ചെക്കപ്പ് അവർക്കും ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. നാളൊരു പ്രശ്നം തോന്നരുതല്ലോ. ഞാൻ എന്തായാലും അർജുനെ ഒന്ന് കാണട്ടെ. ശരി ഡോക്ടർ, താങ്ക് യു. പൂജ, താനെന്താടോ ഒന്നും മിണ്ടാത്തെ? ഒന്നുമില്ല. തനിക്ക് എന്നോട് ചോദിക്കാനൊന്നുമില്ലേ? ഒരുപാടുണ്ട്. എന്നാ പിന്നെ ചോദിക്കടോ. അത് പിന്നെ സുഖാണോ? എന്തോ വലിയ തമാശയാണെന്ന് തോന്നുന്നല്ലോ. ഞങ്ങൾക്കും കൂടി ചിരിക്കാൻ പറ്റുന്നതാണോ? ശുശ്രൂഷിക്കാൻ ആള് വന്ന സ്ഥിതിക്ക് അർജുൻ ഇനി വീട്ടിലേക്ക് പോവാലോ. ഞാൻ റെഡിയാണ് ഡോക്ടർ. കണ്ടില്ലേ എന്താ ഒരു തിടുക്കം. നമുക്ക് ഉടനെ തന്നെ ഡിസ്ചാർജ് ചെയ്താം. എന്താ? പൂജ കൂടെ നിന്ന് കാര്യങ്ങൾ ചെയ്യുമെന്നുള്ളൊരു വിശ്വാസത്തിലാ അർജുനെ ഡിസ്ചാർജ് ചെയ്യുന്നത്. അത് ഓർമ്മ വേണം. പോകുന്നതിന് മുമ്പ് പൂജയെ കൂടെ നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിച്ച് കളയാം. അയ്യോ, എന്തിനാ എന്നെ പരിശോധിക്കുന്നു? എനിക്ക് കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല. രണ്ടുപേരും ഒരേ ആക്സിഡന്റിൽ പെട്ടവരല്ലേ. ഒരു ജനറൽ ചെക്കപ്പ്, പിന്നെ ആക്സിഡന്റിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്നും അറിയാലോ. അത്രയേ ഉള്ളൂ. ഓക്കെ ഡോക്ടർ. അല്ല, അർജുൻ അറിയാവുന്ന തന്നെ എനിക്കും അറിയൂ. അർജുൻ എന്നോ?
സാധാരണ അങ്ങനെയല്ലല്ലോ വിളിക്കാറ്. അല്ല, അതിപ്പോ പേര് വിളിക്കുന്നോണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഉണ്ടോ അർജുൻ? താൻ എന്നെ എന്ത് വിളിച്ചാലും എനിക്കെന്ത് കുഴപ്പാ? എന്നാ പൂജ ക്യാബിനിലേക്ക് വന്നോളൂ. ഹലോ, പോയിട്ട് വാ. എന്നിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് വീട്ടിലേക്ക് പോവാം. ആക്സിഡന്റിന് ശേഷം പൂജയ്ക്കാകെ ഒരു മാറ്റം അല്ലേ അറിഞ്ഞു? അത് പിന്നെ ഷോക്കായി പോയിട്ടുണ്ടാവും, അതായിരിക്കും. ഈ കുടുക്കി നൂരാൻ എന്ത് ചെയ്യും? ഡോക്ടർ, സിസ്റ്റർ വയ്ക്കോളൂ. എന്താ പൂജ? ഞാൻ മുറിയിലേക്ക് വന്നോളാം. എനിക്കൊന്ന് വാഷ്റൂമിൽ പോകണം. ഓക്കെ, റൂമിലേക്ക് വന്നോളൂ. എന്താ റാണി? എടോ, ഇത് നടപടിയാവുന്ന ലക്ഷണമൊന്നുമില്ല. എന്തു പറ്റി? കുടുങ്ങിയോ? ഇതുവരെ ഇല്ല, ഇനി കുടുങ്ങും. നിന്നെ ആരെങ്കിലും തിരിച്ചറിഞ്ഞോ? അതൊന്നുമില്ല. പിന്നെന്താ നിന്റെ പ്രശ്നം? എന്റെ സാറേ, മറ്റൊരാളായിട്ട് അഭിനയിക്കാന്ന് വെച്ചാലേ അത് ചില്ലറ കാര്യമൊന്നുമല്ല. അതിനല്ലേ നിനക്ക് നേരത്തെ തന്നെ ട്രെയിനിങ് ഒക്കെ തന്നത്? അതെ, ട്രെയിനിങ് നടത്തിയെടുത്ത് ജയിക്കാൻ ഇതെന്താ വല്ല PSC പരീക്ഷയോ? എടോ, നാടകമല്ലേ ഇത്, ജീവിതമാണ്. ഇനി ഉണ്ടാവുന്ന സന്ദർഭങ്ങൾ മുൻകൂട്ടി കാണാൻ പറ്റണ്ടേ? ഒരു നാടകത്തിന് കിട്ടാത്ത പ്രതിഫലം അതുകൊണ്ട് തന്നെയാണല്ലോ കിട്ടുന്നത്. അവരെയൊക്കെ നേരിടാൻ പറ്റുന്നുള്ള നിന്റെ കോൺഫിഡൻസ് എവിടെ പോയി? കോൺഫിഡൻസിന് കുറവൊന്നുമില്ല. എന്നാ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് അവരെ കൊണ്ട് സംശയിപ്പിക്കാതെ മുന്നോട്ട് പോകും. ചെയ്യേണ്ട സമയത്ത് ഞാൻ പറഞ്ഞുതരാം. അതെ, ഈ പൂജ അർജുനെ എന്താ വിളിച്ചിരുന്നേ? എന്തേ? ഇന്ന് ഞാൻ അർജുനെന്ന് വിളിച്ചപ്പോ ആ തന്ത എന്താ അങ്ങനെ വിളിക്കുന്നേന്ന് ചോദിച്ചു. അത് പിന്നെ വല്ല ഏട്ടാന്നോ ചേട്ടാന്നൊക്കെ അല്ലേ വിളിക്കുന്നേ, അതുകൊണ്ടായിരിക്കും. ഈ അജുവേട്ടന്ന് വിളിച്ചു നോക്കാം അല്ലേ? എന്റെ റാണി, നീ എന്തെങ്കിലും വിളിക്കേ, ഇതിനൊക്കെ എന്നെ വിളിച്ചു ചോദിക്കണം. കുറച്ച് ഔചിത്യം ഉണ്ടായ പോരെ? എടോ, ഇപ്പൊ ഡോക്ടർ എന്നെ പരിശോധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പരിശോധിക്കട്ടെ, അതിനെന്താ? പരിശോധിക്കാനോ? എടോ, ഒന്നും ശരിയാവില്ല. അതെന്താ? എടോ, എന്റെ മുതുകത്തൊരു വെട്ടുകൊണ്ട പാടുണ്ട്. അതെങ്ങാനും അറിഞ്ഞോ പിന്നെ? നീ എങ്ങനെങ്കിലും ഒന്ന് മാനേജ് ചെയ്യും. എടോ, ശരി.